ഈ വരുന്ന 4-ാം തീയതി നമ്മൾ വേളാങ്കണ്ണിക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതിനു മുമ്പ് ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് 3 കാണാനില്ല. അന്വേഷിച്ച് പിടിച്ച് ചെന്നപ്പോൾ എന്താണ് ഭയങ്കര കളിയായിരുന്നില്ല അവിടെ. അങ്ങനെ 3 കുത്തിപ്പൊക്കി അവിടെ നിന്ന് നമ്മൾ നേരെ സ്റ്റുഡിയോൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കുഞ്ഞിപ്പെണ്ണിന് ഡ്രസ്സ് എടുക്കലാണ് നമുക്ക് ഒരു തലവേദന പിടിച്ചൊരു കേസ് എന്ന് പറയുന്നത്. കാരണം അവൾക്ക് അവളുടെ സൈസിനുള്ളത് നമുക്ക് കിട്ടൂല. നമ്മൾ അവൾക്ക് 2 വയസ്സുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഇൻഫാൻസിലുള്ളതായിരിക്കും അവൾക്ക് പാകത്തിന് കിട്ടുള്ളൂ. അപ്പോൾ ചേച്ചിമോൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവൻ്റേതായ രീതിയിൽ. രക്ഷയില്ല. അത്യാവശ്യം അവിടുത്തെ നല്ല പാറ്റേണും മെറ്റീരിയലൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ വെറുതെ വാങ്ങിച്ചിട്ട് എന്താ കാര്യം, ഈ മുതലിന് പാകാവണ്ടേ, ഇവള് വലുതാവണ്ടേ. അങ്ങനെ അവസാനം തപ്പിപ്പിടിച്ച് ഞാൻ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആശാത്തിനെ അവിടെ പരിസരത്തേ കാണുന്നില്ല. അവിടെ ഓടിക്കളിയും ബഹളമൊക്കെ ആയിരുന്നു. ഒരു വിധത്തിന് ഞാൻ പിടിച്ചു കൊണ്ടുവന്ന് ഒന്നിട്ട് നോക്കട്ടെ മോളെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. രക്ഷയില്ല. അവസാനം ഞാൻ പറഞ്ഞു മോളെ അപ്പം വീഡിയോ എടുക്കുന്നുണ്ട്, ഇത്തിരി ഡീസൻ്റായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ആശാത്തി കുറച്ച് ഡീസൻ്റ് ആയിട്ട് കേട്ടോ. ആ ഒരു നിപ്പാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതിനെ ടോപ്പൊക്കെ വെച്ച് നോക്കി വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ട്രൗസർ വെച്ച് നോക്കാൻ നോ രക്ഷ. അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് അത് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇൻ കേസ് പാകത്തിയില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങുവാണ് കേട്ടോ. കാരണം നമുക്ക് ഇനി കുറേ നേരം നിന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ സൈസിനുള്ളത് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛമ്മ പോയിട്ട് കുഞ്ഞിപ്പെണ്ണിന് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അവളുടെ മുടി കുറച്ചും കൂടി ഒന്ന് വലുതാവട്ടെ, നമുക്കൊക്കെ സെറ്റാക്കാം. അങ്ങനെ നമ്മളിവിടെ ബില്ലൊക്കെ ചെയ്ത് നേരെ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പം ടാറ്റാ.